السلام عليكم ورحمة الله وبركاته. أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. قال يا أيها الملأ أيكم يأتيني بعرشها قبل أن يأتوني مسلمين. قال عفريت من الجن أنا آتيك به قبل أن تقوم من مقامك وإني عليه لقوي أمين. قال الذي عنده علم من الكتاب أنا آتيك به قبل أن يرتد إليك طرفك فلما رآه مستقرا عنده قال هذا من فضل ربي. صدق الله مولانا العظيم. أولياء الله لا يموتون ولكن ينقلون من دار إلى دار. صدق رسول الله. لك الحمد مولانا على كل نعمتي ومن جملة النعماء قولي لك الحمد ولا حمد إلا أنت منا بنعمتي فسبحان لا يقوى على حمدك العبد. പ്രിയപ്പെട്ട മുഅ്മിനീങ്ങളെ, സഹോദരന്മാരെ, അല്ലാഹുവിൻ്റെ ഇഷ്ടദാസന്മാരായ ഔലിയാക്കളുടെ അസാധാരണ കഴിവുകളും അമാനുഷിക പവറുകളും പരിശുദ്ധ ഖുർആനിൽ നിന്ന് അത്യാവശ്യത്തിന് ഇവിടെ വിശദീകരിച്ചു കഴിഞ്ഞു. അല്ലാഹു സുബ്ഹാനഹു വ തആല ഖുർആനിലൂടെ അവതരിപ്പിച്ചിട്ടുള്ള മഹാന്മാരുടെ അത്ഭുത സിദ്ധികൾ അതിൽ വിശ്വസിക്കാത്ത ആളുകൾ ഖുർആനിൽ വിശ്വസിച്ചിട്ടില്ല. ഖുർആനിൽ വിശ്വാസമില്ലാത്ത ആളുടെ സ്ഥാനം എവിടെയാണുള്ളത്? ഒരാൾ ഖുർആനിനകത്ത് ഉൾക്കൊണ്ട ഉള്ളടക്കത്തിൽ വിശ്വസിച്ചില്ലെങ്കിൽ ആ മനുഷ്യന്റെ സ്ഥാനം മുസ്ലിങ്ങളുടെ കൂട്ടത്തിലില്ല. ഒന്നുകിൽ മുനാഫിക്കുകളുടെ കൂട്ടത്തിലുണ്ടാകും, അല്ലെങ്കിൽ കാഫിറുകളുടെ കൂട്ടത്തിലുണ്ടാകും. അള്ളാഹു കാത്തുരക്ഷിക്കട്ടെ. ഒരാൾ പറയുകയാണ്, വാദിക്കുകയാണ്, എന്ത്? എന്റെ ബുദ്ധിയിൽ ഉൾക്കൊള്ളാത്ത കാര്യം ഞാൻ വിശ്വസിക്കില്ല, എനിക്ക് ഉൾക്കൊള്ളാനാകാത്തത് ഞാൻ അംഗീകരിക്കില്ല, എന്റെ ബുദ്ധിയിൽ കൊള്ളുന്നത് മാത്രമേ ഞാൻ വിശ്വസിക്കൂ, അതിനപ്പുറത്തുള്ളത് ഞാൻ വിശ്വസിക്കില്ല, എനിക്ക് ഗ്രഹിക്കാൻ പറ്റാത്തത് ഞാൻ അംഗീകരിക്കില്ല എന്നൊരാൾ പറഞ്ഞാൽ ആ ആൾ മുഅ്മിനും അല്ല, സത്യവിശ്വാസിയും അല്ല. ഞാനും നിങ്ങളും പറയുന്നു, എന്ത്? ബുദ്ധിയിൽ ഉൾക്കൊള്ളാത്ത, ബുദ്ധിക്ക് തിരിയാത്ത, ബുദ്ധി കൊണ്ട് മനസ്സിലാകാത്ത കാര്യം ഞാൻ വിശ്വസിക്കില്ല എന്ന് ഞാൻ പറഞ്ഞാൽ ഞാൻ മുഅ്മിനല്ല, നിങ്ങൾ പറഞ്ഞാൽ നിങ്ങൾ മുഅ്മിനീങ്ങളല്ല. പിന്നെ ആരാണ്? പിന്നെ യുക്തിവാദിയാകും. മുഅ്മിനീങ്ങളും യുക്തിവാദികളും തമ്മിലുള്ള വ്യത്യാസം അവിടെയാണ്. മുഅ്മിനീങ്ങൾ പലതും കണ്ണടച്ചന്തമായി വിശ്വസിക്കുന്നവരാണ്, സത്യവിശ്വാസികൾ. യുക്തിവാദികളോ അവരുടെ യുക്തിക്കും ബുദ്ധിക്കും യോജിക്കുന്ന, ഉൾക്കൊള്ളാനാകുന്ന കാര്യം അംഗീകരിക്കും, അല്ലാത്തത് നിരാകരിക്കും. അവർ യുക്തിവാദികളാണ്. അതുകൊണ്ട് നമ്മളൊക്കെയും നമ്മുടെ ബുദ്ധിയിൽ അളന്നു തൂക്കി നമുക്ക് ബോധ്യമാകുന്ന കാര്യങ്ങൾ അംഗീകരിക്കുകയും
അല്ലാത്തത് തള്ളിക്കളയുകയും ചെയ്യുന്ന സ്വഭാവം എനിക്കും നിങ്ങൾക്കുമുണ്ടെങ്കിൽ നമ്മൾ മുഅ്മിനീങ്ങളല്ല, യുക്തിവാദികളുടെ കൂട്ടത്തിലാണ് പെട്ടുപോവുക. മനുഷ്യബുദ്ധിക്ക് പിടികിട്ടാത്ത അത്ഭുത സംഭവങ്ങൾ അള്ളാഹുവിന്റെ ഔലിയാക്കളിൽ സംഭവിക്കും എന്ന് പരിശുദ്ധ ഖുർആനിലൂടെ പടച്ച തമ്പുരാൻ സ്പഷ്ടമായി കൃത്യമായി അവതരിപ്പിച്ചു തന്നിട്ടുണ്ട്. അള്ളാഹുവിന്റെ ഇഷ്ടദാസന്മാരായ നബിമാര്, ഔലിയാക്കള്, അവരുടെ അത്ഭുത പ്രവർത്തനങ്ങൾ മനുഷ്യബുദ്ധിക്ക് പിടികിട്ടുന്ന പരുവത്തിലല്ല ഉള്ളത്. മനുഷ്യൻ അതിന്റെ ഹഖീഖത്ത് മനസ്സിലാക്കാൻ, യാഥാർത്ഥ്യം മനസ്സിലാക്കാൻ സാധ്യമേ അല്ല എന്ന് അല്ലാഹു ഖുർആനിൽ വളരെ വ്യക്തമായി വിശദമായി എത്ര ഭാഗങ്ങളിലാ പറഞ്ഞു തന്നത്. ഉദാഹരണത്തിന് ഒരൊറ്റ സംഭവം കൂടെ നിങ്ങളുടെ മുന്നിൽ സമർപ്പിക്കുകയാണ്. ഖുർആനിലെ എല്ലാ വിഷയവും പഠിക്കാനുള്ളത് തന്നെയാണ്, എല്ലാം നമുക്ക് പഠിക്കാനുള്ളതാണ്. എല്ലാം കൂടി പറയാൻ നമുക്ക് സമയമില്ലല്ലോ. ഒരൊറ്റ സംഭവം കൂടി പറഞ്ഞ് നമുക്ക് ഉപസംഹരിക്കാം ഇൻഷാ അല്ലാ. അള്ളാഹുവിന്റെ ഔലിയാക്കളുടെ പവറ് പരിശുദ്ധ ഖുർആനിലൂടെ അള്ളാഹു പറഞ്ഞു തന്നതിന് ഒരു ഉദാഹരണം. നബിയുല്ലാഹി സുലൈമാൻ അലൈഹിസ്സലാം നബിമാരുടെ കൂട്ടത്തിലെ പ്രധാനിയായ പ്രഗൽഭരായ ഒരു നബിയാണ്. ഇസ്രായേലിൽ വന്ന നബിയാണ് സുലൈമാൻ അലൈഹിസ്സലാം. നമുക്കറിയാം ആ പ്രവാചകന്റെ പ്രത്യേകതകൾ, മഹത്വങ്ങൾ ഖുർആൻ എണ്ണിപ്പറഞ്ഞു തന്നിട്ടുണ്ട്. മനുഷ്യരെ മാത്രമല്ല, ജിന്ന് ചെകുത്താന്മാരെയും പക്ഷിപ്പറവകളെയും ജന്തുജാലങ്ങളെയുമെല്ലാം അടക്കി ഭരിച്ച ലോക ചക്രവർത്തിയാണ് സുലൈമാൻ നബി അലൈഹിസ്സലാം. ആ നബിയുടെ ചരിത്രം സൂറത്തുൻ നംലിലൂടെ അള്ളാഹു വിശദമായി പറഞ്ഞു തരുന്നുണ്ട്. ആ കൂട്ടത്തിലെ 20-ാമത്തെ ആയത്ത് മുതൽ 44-ാമത്തെ ആയത്ത് വരെ അള്ളാഹു ഒരു മഹാന്റെ, ഒരു വലിയന്റെ, അള്ളാഹുവിന്റെ ഔലിയാക്കളിൽപ്പെട്ട ഒരു വലിയന്റെ പവറാണ് വിശദീകരിച്ചു തരുന്നത്. സൂറത്തുൻ നംലിന്റെ 20-ാമത്തെ ആയത്ത് മുതൽ 44-ാമത്തെ ആയത്ത് വരെ എന്ന് വെച്ചാൽ 24 ആയത്തുകളിലൂടെ, വചനങ്ങളിലൂടെ, സൂക്തങ്ങളിലൂടെ ഒരു വലിയന്റെ പവറാണ് അള്ളാഹു അവതരിപ്പിക്കുന്നത് സൂറത്തുൻ നംലിൽ, പരിശുദ്ധ ഖുർആനിൽ. എന്താ ഇതൊന്നും പഠിക്കണ്ടേ? ചില ആളുകൾക്ക് ഇതൊന്നും വേണ്ട, ഇതൊക്കെ കുഴിച്ചു മൂടണം, അല്ലെങ്കിൽ അങ്ങോട്ട് നോക്കാൻ പാടില്ല. റമദാനിൽ ഖത്തം തീർക്കുമ്പോൾ ഓതിപ്പോകാന്നല്ലാതെ അങ്ങ് തൗഹീദ് തൗഹീദ് എന്തടോ തൗഹീദ്? ഇതാ തൗഹീദ്. നബിമാര് പരിചയപ്പെടുത്തിയതും ഇവിടെ കാണിച്ച അതാണ് തൗഹീദ്. ഇതൊക്കെ മൂടി വെക്കുക. ഖുർആനിലെ ഒരുപാട് അത്ഭുത സംഭവങ്ങൾ അടച്ചു വെക്കുക, മണ്ണിട്ട് മൂടാൻ ശ്രമിക്കുക അർദ്ധയുക്തിവാദികള്. ഇത് പഠിക്കണ്ടേ നമ്മള്? എന്താണ് അള്ളാഹു പറയുന്നത് ഈ 24 ആയത്തുകളിലൂടെ? എല്ലാം ഓതാൻ നമുക്ക് സമയമില്ല, അതിന്റെ പ്രധാന ഭാഗം പറഞ്ഞു പോകാനേ സമയമുള്ളൂ. فقال ما لي لا أرى الهدهد أم كان من الغائبين. സൂറത്തുൻ നംലിന്റെ 20-ാമത്തെ ആയത്ത് അങ്ങനെയാണ് തുടങ്ങുന്നത്. എന്താണ് ആയത്തിന്റെ ആശയം? സുലൈമാൻ നബി അലൈഹിസ്സലാം തന്റെ പക്ഷികളെ പരതി, ഓരോന്നിനും നോക്കുമല്ലോ എവിടെ ഉള്ളത്, നമ്മൾ ഏൽപ്പിച്ച ഡ്യൂട്ടിയൊക്കെ ചെയ്യുന്നുണ്ടോ? പക്ഷികളുടെ സംഭാഷണം കേട്ടു, ഉറുമ്പിന്റെ സംസാരം അറിഞ്ഞു എന്നൊക്കെ ഖുർആൻ പറയുന്നുണ്ട്. സുലൈമാൻ നബി അലൈഹിസ്സലാം പറവകളെ, പക്ഷികളെ ഒന്ന് നിരീക്ഷിച്ചു, ഒന്ന് പരിശോധിച്ചു. നോക്കുമ്പോൾ ഫഖാല മാലീലാ അറൽ ഹുദ്ഹുദ അം കാന മിനൽ ഗായിബീൻ. പക്ഷികളെ പരിശോധിച്ചിട്ട് സുലൈമാൻ നബി അലൈഹിസ്സലാം പറഞ്ഞു, എന്തു പറ്റി? നമ്മുടെ മരം കൊത്തിയെ കാണാനില്ലല്ലോ, മരം കൊത്തിയെ അതിന്റെ സ്ഥാനത്ത് കാണുന്നില്ലല്ലോ. അം കാന മിനൽ ഗായിബീൻ, ആ മരം കൊത്തി സ്റ്റാൻഡ് വിട്ടുപോയോ? നമ്മെ ധിക്കരിച്ചുകൊണ്ട്, നമ്മുടെ കൽപ്പന മനസ്സിലാക്കാതെ റോങ്ങായി സ്റ്റാൻഡ് വിട്ട് സ്ഥലം വിട്ടുപോയോ? ആബ്സെന്റ് ആയിപ്പോയോ?
കുഴപ്പമൊന്നുമില്ല, അതങ്ങനെ പോവുകയാണെങ്കിൽ ഇനി തിരിച്ചു വരുന്ന സമയത്ത് ശക്തമായ ശിക്ഷ ഞാൻ അതിന് കൊടുക്കും, അല്ലെങ്കിൽ ഞാൻ അതിനെ അറുത്ത് കൊന്ന് കളയുക തന്നെ ചെയ്യും. അത് ശിക്ഷ കൊടുക്കാതെ അറുക്കാതെ അതിനെ രക്ഷപ്പെടുത്തണമെങ്കിൽ കൃത്യമായ ന്യായം, കാരണം ബോധിപ്പിക്കണം. എന്തേ ആബ്സെന്റ് ആയത്? നമ്മുടെ അനുവാദം കൂടാതെ സ്റ്റാൻഡ് വിട്ട് പോയതിന് കാരണം ബോധിപ്പിക്കണം, അല്ലെങ്കിൽ അറുക്കും കൊല്ലും ഞാൻ അതിനോട് വരട്ടെ എന്ന് പറഞ്ഞ് സുലൈമാൻ നബി പ്രഖ്യാപനം നടത്തുകയാണ്. ജിന്നും ചെകുത്താന്മാരൊക്കെ വരച്ച വരിയിൽ നിൽക്കണം എന്നുള്ളതാ, പക്ഷികളായാലും ജന്തുക്കളായാലും ഒക്കെ. അതുകൊണ്ട് ഹുദുഹുദ് മരം കൊത്തി അനുസരണക്കേട് കാണിച്ചു പോയിട്ടുണ്ടെങ്കിൽ തിരിച്ചുകെട്ട് വരട്ടെ, വ്യക്തമായ ന്യായമായ കാരണം ബോധിപ്പിച്ചിട്ടില്ലെങ്കിൽ കൊടുക്കും ഞാൻ അടി, അല്ലെങ്കിൽ ഞാൻ അറുത്ത് കൊന്നു കളയും എന്ന് പ്രഖ്യാപിക്കുക. വൈകാതെ അതാ ഹുദുഹുദ മരം കൊത്തി പറന്നു വരുന്നു, പറന്ന് കുതിച്ചു വരുന്നു. എന്നിട്ട് സുലൈമാൻ നബിയുടെ രാജസദസ്സിൽ അത് വന്നിരിക്കുന്നു. എന്നിട്ട് നബിയോട് പറയുന്നു, ഞാൻ സബഅ നാട്ടിൽ നിന്നാണ് വരുന്നത്, ഒരു സത്യമായ വാർത്തയുമായിട്ടാണ് ഞാൻ വന്നിരിക്കുന്നത് നബിയേ. ഞാൻ വെറുതെ ഇവിടുന്ന് ഒളിച്ചോടിയതല്ല, ഞാൻ വിവരങ്ങൾ ശേഖരിക്കാൻ പോയിട്ട് ആ വിവരം കൊണ്ടുവന്നതാ. സബഇൽ നിന്ന് ബിനബഇൻ യഖീൻ, ഉറപ്പായ ഒരു വാർത്ത, സത്യമായ ഒരു വാർത്തയും കൊണ്ടാണ് ഞാനിപ്പോ ഇങ്ങോട്ട് വന്നിരിക്കുന്നത്. നബി ചോദിച്ചു, എന്താണ് ആ വാർത്ത? സുലൈമാൻ നബിയെ, സബഅ രാജ്യത്തൊരു സാമ്രാജ്യം, ആ സാമ്രാജ്യത്തിന്റെ അധ്യക്ഷസ്ഥാനം അലങ്കരിക്കുന്നത് ഒരു വനിതയാണ് നബിയെ, ഒരു പെണ്ണാണ്. ആ പെണ്ണിന്റെ കീഴിലുള്ള സാമ്രാജ്യം എല്ലാ സെറ്റപ്പുകളും സംവിധാനങ്ങളും സുഖലോലുപതയും നിറഞ്ഞ എല്ലാ സെറ്റപ്പുമുള്ള സൗകര്യങ്ങളുമുള്ള എല്ലാ സംവിധാനങ്ങളുമുള്ള ഒരു സാമ്രാജ്യമാണ് സബഇന്റെ സാമ്രാജ്യം. അതിന്റെ അധികാര കസേരയിലിരിക്കുന്നതൊരു പെണ്ണ്, ബൽഖീസ് എന്ന് പേരുള്ള ഒരു പെണ്ണാണ് നബിയെ. വലഹാ അർശുൻ അളീം. ഹുദുഹുദ് നബിയോട് പറയുന്നത് അള്ളാഹു നമുക്ക് പറഞ്ഞു തരാണ്, അവൾക്ക് അതിഗംഭീരമായ ഒരു സിംഹാസനമുണ്ട്. ബൽഖീസ് രാജ്ഞിക്ക് അതിഗംഭീരമായ ഒരു രാജകസേരണ്ട്, സിംഹാസനുണ്ട്. മുഫസ്സിറുകൾ പറയുന്നുണ്ട്, മുത്തും മരതകവും കൊത്തിവെച്ച സ്വർണം കൊണ്ട് നിർമ്മിക്കപ്പെട്ട ഒരു സിംഹാസനം. അതെന്നെ രാജകൊട്ടാരത്തിൽ എല്ലാവർക്കും കാണാൻ പാകത്തിന് നടുത്തളത്തിലല്ല ആ സിംഹാസനം വെച്ചിട്ടുള്ളത്. 7 അറകൾക്കുള്ളിൽ, രാജകൊട്ടാരത്തിന്റെ ഒന്നാമത്തെ വാതിൽ തുറന്നാൽ ഒരറ, ആ അറയ്ക്കകത്തൊരു വേറെ ഒരറ, അതിന്റെ ലോക്ക് തുറന്ന വേറെ അറ, അങ്ങനെ 7ാമത്തെ അറക്കുള്ളിലാണ് ഈ സ്വർണം കൊണ്ട് നിർമ്മിക്കപ്പെട്ട സിംഹാസനം ഇരിക്കുന്നത്. വലഹ അർശുൻ അളീം, അതിഗംഭീരമായ സിംഹാസനമുണ്ട് നബിയെ. നമ്മുടെ പോയിന്റ് അതൊന്നും അല്ല നബിയെ, ഞാൻ അവരെ കുറിച്ച് പഠിച്ചു പറയുന്നു, അവരും അവരുടെ പ്രജകളും സൂര്യാരാധകരാണ് നബിയെ. അള്ളാഹുവിനെ കൂടാതെ സൂര്യനെ ആരാധിക്കുന്ന മുശ്രിക്കുകളാണ് നബിയെ. ഈ വാർത്ത പറയാനാണ് ഞാൻ ഇപ്പോൾ വന്നിരിക്കുന്നത്. സുലൈമാൻ നബി തൗഹീദിലേക്ക് വിളിക്കുന്ന ലോക ചക്രവർത്തിയാണ്. ഈ വാർത്ത കേട്ടു, ആ രാജ്ഞിയും പരിവാരങ്ങളും പ്രജകളും സൂര്യാരാധകരാണ്, അവരെ തൗഹീദിലേക്ക് കൊണ്ടുവരണ്ടേ? ഉടനെ കത്തെഴുതാണ് സുലൈമാൻ നബി അലൈഹി സ്വലാം. ആ കത്തൊക്കെ ഉണ്ട് സൂറത്തുൻ നംലിൽ. ഇന്നഹു മിൻ സുലൈമാന വ ഇന്നഹു ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം അല്ലാ തഅലു അലയ്യ വഅ്തൂനി മുസ്ലിമീൻ. ഇതാണ് കത്ത്. ഇന്നഹു മിൻ സുലൈമാന, ഫ്രം സുലൈമാൻ. ഇന്നഹു മിൻ സുലൈമാൻ, കത്തില് ഫ്രം സുലൈമാൻ. എന്താ കത്തിന്റെ ഉള്ളടക്കം? വ ഇന്നഹു ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. കാര്യം എന്താണെന്നറിയോ? ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം അല്ലാ തഅലു അലയ്യ വഅ്തൂനി മുസ്ലിമീൻ. എന്റെ മേൽ ഗർവ് നടിക്കണ്ട, എന്റെ മുമ്പാകെ മേൽക്കോയ്മ നടിക്കണ്ട, അഹന്ത നടിക്കാൻ നിൽക്കണ്ട, മര്യാദക്ക് കീഴ്പ്പെട്ട് അനുസരിച്ച് കീഴടങ്ങി ഇങ്ങോട്ട് വന്നേക്ക, ഇല്ലെങ്കിൽ പാഠം ഞാൻ പഠിപ്പിക്കും. ഇതാണ് കത്ത്. ഇതാണ് കത്ത്. കത്തിന്റെ ഉള്ളടക്കം അള്ളാഹു പറയാ ഖുർആനില്, ഗർവ് നടിച്ച അഹന്തയോടെ ആ കസേരയിൽ ഇരുന്നിട്ട് ഭരിക്കാന്ന് വിചാരിക്കണ്ട,
മര്യാദക്ക് അനുസരിച്ച് കീഴ്പ്പെട്ട എന്റെ അടുക്കലേക്ക് ഇങ്ങോട്ട് പോന്നോളൂ, ഇല്ലെങ്കിൽ എന്താകും, ഇറച്ചിയിൽ ഞാൻ മണ്ണാക്കും. തന്നെ ആശയം. ഈ കത്ത് അങ്ങോട്ട് കൊടുത്തു വിട്ട് സഭയിൽ ഈ കത്ത് കിട്ടി. ബൽഖീസ് രാജ്ഞി അത് വായിച്ചു. കൊട്ടാരത്തിലുണ്ടായിരുന്ന ഉദ്യോഗസ്ഥന്മാരോടും പ്രജകളിലെ പ്രധാനികളോടും ഇവരെ വിവരം പറഞ്ഞു. സോളമാൻ കത്തെഴുതിയിട്ടുണ്ട്, നമ്മൾ എന്താ ചെയ്യാ? ഒന്നുകിൽ കീഴടങ്ങാം, അല്ലെങ്കിൽ എന്താകാം, ഒന്ന് ചെറുത്ത് നിന്ന് നോക്കാം. രാജകൊട്ടാരത്തിലെ പലരും പറഞ്ഞു നമുക്കൊന്ന് പിടിച്ചു നിന്ന് നോക്കിയാലോ. പക്ഷേ രാജ്ഞി പറഞ്ഞു, ഇവരോടൊക്കെ നമ്മൾ മുട്ടാൻ പോയാല് നമ്മളെ രാജ്യത്തെ മുച്ചൂടും തകർക്കും. അതുകൊണ്ട് നമുക്ക് അനുസരിച്ച് കീഴ്പ്പെട്ട് അങ്ങോട്ട് പോവാം, വിളിച്ച പോലെ പോകാം എന്നവര്. ഇതൊക്കെ ആയത്താട്ടോ, ഞാൻ വിശദീകരിക്കുന്നില്ല, ആയത്തോതി വിശദീകരിക്കുന്നില്ല. അവരങ്ങോട്ട് പോകാൻ സുലൈമാൻ നബിയിലേക്ക് അനുസരിച്ച് കീഴടങ്ങി പോകാൻ തീരുമാനിക്കുകയും അവരവിടുന്ന് പുറപ്പെടുകയും ചെയ്തു. സുലൈമാൻ നബിയുടെ ആജ്ഞ അനുസരിച്ചുകൊണ്ട് സുലൈമാൻ നബി അലൈഹിസ്സലാമിന്റെ സവിധത്തിലേക്ക് ബൽഖീസ് രാജ്ഞിയും പരിവാരങ്ങളും പുറപ്പെട്ടു. പാതി വഴി കടന്നു വന്നു, പാതി വഴി മുന്നിട്ടിരിക്കുന്നു എന്ന വാർത്ത സുലൈമാൻ നബി കേൾക്കുകയാണ്. അവരനുസരിച്ച് മര്യാദക്ക് വരുന്നുണ്ട്, പാതി വഴി കഴിഞ്ഞിട്ടുണ്ട് എന്നുള്ള വാർത്ത കേട്ടപ്പോ, ഇവിടെ പോയിന്റ്, സുലൈമാൻ നബി അലൈഹിസ്സലാം ഈ വാർത്ത അറിഞ്ഞപ്പോ തന്റെ രാജകൊട്ടാരത്തിലെ ദർബാറിലെ പ്രഗൽഭരെ വിളിച്ചുകൊണ്ട് ഒരു ഇസ്തിഗാസ നടത്തുകയാണ്, സഹായാർത്ഥന നടത്തുകയാണ്, സഹായം ചോദിക്കുകയാണ് സുലൈമാൻ നബി അലൈഹിസ്സലാം. എന്താ സഹായം ചോദിക്കുന്നത്? ഖാല യാ അയ്യുഹൽ മലഉ അയ്യുക്കും യഅ്തീനി ബിഅർശിഹാ ഖബ്ല അൻ യഅ്തൂനി മുസ്ലിമീൻ. ഖാല സുലൈമാൻ നബി അലൈഹിസ്സലാം പറഞ്ഞു, യാ അയ്യുഹൽ മലഉ, അല്ലയോ പ്രഗൽഭരെ, പ്രധാനികളെ, കൊട്ടാരത്തിലെ പ്രഗൽഭരായ പ്രധാനികളെ, അയ്യുക്കും യഅ്തീനി ബിഅർശിഹാ, അവർ സഭയിൽ നിന്ന് പുറപ്പെട്ടിട്ടുണ്ട്. അവർ ഇവിടെ എത്തുന്നതിന്റെ മുമ്പ് അവരുടെ സിംഹാസനം ആരാണ് എന്റെ മുന്നിൽ കൊണ്ടുവന്ന് വച്ചു തരിക. അവരിവിടെ പുറപ്പെട്ട് പകുതി വഴി കടന്നിട്ടുണ്ട്. അവരിവിടെ എത്തുന്നതിന്റെ മുമ്പ് ആ സിംഹാസനം ആരാണ് എനിക്കിവിടെ എത്തിച്ചു തരിക എന്ന് സഹായം ചോദിക്കുകയാണ്. ആര്? സുലൈമാൻ നബി അലൈഹിസ്സലാം കൊട്ടാരത്തിലെ തന്റെ സദസ്യരോട് സഹായം ചോദിക്കുകയാണ്. നിങ്ങൾ ആലോചിച്ച് നോക്കണം എത്ര ദൂരമുണ്ടെന്ന്. സുലൈമാൻ നബി ഇരിക്കുന്നത് എവിടെയാണ്? ഫലസ്തീനിൽ. സബഅ രാജ്യം എവിടെയാണ്? യമനില്. ഫലസ്തീനും യമനും തമ്മിൽ എത്ര കിലോമീറ്റർ അകലുണ്ട്? 2000-ലധികം കിലോമീറ്റർ അകലുണ്ട്. അവിടുന്ന് രാജ്ഞിയും പരിവാരങ്ങളും പുറപ്പെട്ട ഏതാണ്ട് 1000 കിലോമീറ്റർ ഒക്കെ കഴിഞ്ഞ സമയത്താണ് കൊട്ടാര സദസ്സിലെ പ്രഗൽഭരെ വിളിച്ചിട്ട് പറഞ്ഞത് അവരിവിടെ എത്താറായി. ഏതാണ്ട് അവരിവിടെ എത്തുന്നതിന്റെ മുമ്പ് ആ സിംഹാസനം, അതന്നെ കൊട്ടാരത്തിന്റെ അകത്തളങ്ങളിലെ 7ാമത്തെ രഹസ്യ അറയില് പൂട്ടിയിട്ട് പാറാവുകാരെ നിർത്തിയിട്ടാണ് രാജ്ഞി പോന്നിട്ടുള്ളത്. അതിവിടെ എത്തിക്കണം. അവരിവിടെ എത്തും മുമ്പ് അവര് വന്നു നോക്കുമ്പോ അവർക്കിരിക്കാൻ അവരെ സിംഹാസനം ഇട്ടുകൊടുക്കണം. നമുക്കൊരു പ്രത്യേകതയൊക്കെ വേണ്ടേ? നമ്മുടെ ചെയറൊന്നും കൊടുക്കാൻ പാടില്ല, അവരെ ചെയർ തന്നെ ഇവിടെ എത്തിക്കണം. ആരാ എനിക്കത് കൊടുത്തു തരിക? ഇത് മനുഷ്യന്റെ കഴിവിൽ പെട്ടതോ കഴിവിൽ പെടാത്തതോ? നിങ്ങൾ ആലോചിച്ച് നോക്കണം. അന്ന് ട്രെയിനും പ്ലെയിനും പോയിട്ട് മോട്ടോർ വാഹനങ്ങൾ പോലും കണ്ടെത്താത്ത കാലാണത്. അവരിവിടെ എത്തും മുമ്പ് അവരെ സിംഹാസനം ആ കൊട്ടാരത്തിന്റെ അകത്തളങ്ങളിൽ നിന്ന് ഇവിടെ എത്തിക്കണം. നിങ്ങൾ ആരാ കൊടുന്നേരാന്നാ ചോദിക്കണേ? ഇത് മനുഷ്യ കഴിവിൽപ്പെട്ടതാണോ? അല്ല. ഇത് ഭൗതികമായ സഹായാർത്ഥനയാണോ? ഒരിക്കലും അല്ല. അഭൗതിക സഹായാർത്ഥന. അതൊരു നബിയാണ് കൊട്ടാരത്തിലെ പ്രഗൽഭരോട് ഇസ്തിഗാസ നടത്തിയിരിക്കുന്നത്. ഈ ചോദിച്ചിട്ട് എന്താ ഉണ്ടായതെന്ന് അള്ളാഹ് അടുത്ത ആയത്തിൽ പറയുന്നത്, ഖാല ഇഫ്രീതും മിനൽ ജിന്ന് അന ആതീക ബിഹി ഖബ്ല അൻ തഖൂമ മിൻ മഖാമിക്. ജിന്ന് വർഗത്തിൽപ്പെട്ട ഒരു അധികായൻ, ഒരു മല്ലൻ, ഒരു കരുത്തൻ, ഒരു ശക്തൻ പറഞ്ഞു, അന ആതീക ബിഹി, ഞാൻ ആ 2000 കിലോമീറ്റർ അപ്പുറത്തുള്ള സബഇന്റെ കൊട്ടാരത്തിന്റെ അകത്തുള്ള ആ സിംഹാസനം അങ്ങേക്ക് വേണ്ടി കൊണ്ടുവന്ന് തരാം. ഖബ്ല അൻ തഖൂമ മിൻ മഖാമിക,
അങ്ങ് ഈ രാജസദസ് പിരിച്ചുവിടുന്നതിന്റെ മുമ്പ്, ഈ സഭ പിരിയുന്നതിന്റെ മുമ്പ് ഞാൻ എത്തിച്ചു തരാം. വഇന്നീ അലൈഹി ലഖവിയ്യുൻ അമീൻ. ഇவ்விதം അതെത്തിക്കാൻ ഞാൻ ശക്തനാണ്, കവിയാണ് ഞാൻ, അതിനെനിക്ക് ശക്തിയുണ്ട്. അമീൻ, അതിൽ ഞാൻ വിശ്വസ്തനുമാണ്. കഴിഞ്ഞതുകൊണ്ട് കൊടുന്നോളന്നില്ല, എന്നെ വിശ്വസിക്കുകയും ചെയ്യാം. ഓക്കെ, എനിക്ക് കഴിയുകയും ചെയ്യും, അങ്ങേക്ക് വിശ്വസിക്കുകയും ചെയ്യാം. ഈ സഭ പിരിച്ചു വിടും മുമ്പ് ഞാൻ അതിവിടെ എത്തിക്കാൻ. മുഫസ്സിറുകൾ പറയുന്നു, സഭ പിരിയൽ സാധാരണ ളുഹറോടുകൂടി ഉച്ചവരെയാണ് സഭ സമ്മേളിക്കാറ്. രാവിലെ തുടങ്ങിയിട്ട് ഉച്ചവരെ. സുലൈമാൻ നബി ചിലപ്പോൾ ഉച്ചയുടെ അടുത്ത സമയത്തേക്ക് ചോദിച്ചത് ഏതാനും മിനിറ്റുകൾ അല്ലെങ്കിൽ ചുരുങ്ങിയ മണിക്കൂർ. ആ ചുരുങ്ങിയ മണിക്കൂർ കൊണ്ട് അല്ലെങ്കിൽ മിനിറ്റ് കൊണ്ട് ആ 2000 കിലോമീറ്റർ അകലെയുള്ള സിംഹാസനം എത്തിക്കാമെന്ന് ജിന്ന് വർഗത്തിൽപ്പെട്ട ഒരു മല്ലൻ പറഞ്ഞു. കാല ഇഫിരീത്തും മിനൽ ജിന്നി എന്ന് പറഞ്ഞാൽ എന്താണ്? അത് വർഗഗുണമാണ്. ജിന്നുകൾക്ക് ഇതിനൊക്കെ കഴിയും. ജിന്നിന്റെ വർഗഗുണമാണ്. അതാണ് കാല ഇഫിരീത്തും മിനൽ ജിന്നി. ജിന്ന് വർഗത്തിൽപ്പെട്ട ഒരു അതിശക്തൻ പറഞ്ഞു ഇങ്ങനെ കൊടുന്നേരാൻ. സുലൈമാൻ നബി അലൈഹി സ്വലാം പറഞ്ഞത് പോരാ, അവരെ സിംഹാസനോടെ കിട്ടിയിട്ട് കുറച്ച് സെറ്റപ്പ് ഒക്കെ ഒരുക്കാണ്ടേ, നമ്മൾ സഭ പിരിയുമ്പോത്തിനൊന്നും എത്തിയാൽ പോരാ, അതിന്റെ മുമ്പ് സംഗതി എത്തണം എന്ന് പറഞ്ഞു. പഠിച്ചോനെ, ഏതാനും മിനിറ്റ് കൊണ്ട് എത്തിച്ചാ പോരാൻ, അതിനു മുമ്പ് എത്തിക്കണം. അപ്പോഴാണ് ഖാലല്ലദീ ഇൻദഹു ഇൽമും മിനൽ കിതാബ് അന ആതീക ബിഹി ഖബ്ല അൻ യർതദ്ദ ഇലൈക തർഫുക്. ആ കൊട്ടാരത്തിലെ സദസ്സിലുണ്ടായിരുന്ന ഒരു മഹാനായ വലിയ പറഞ്ഞു. ഖുർആൻ പറഞ്ഞ എന്താണ് പറഞ്ഞത്? വേദത്തിൽ നിന്ന് അല്പജ്ഞാനം കിട്ടിയ ഒരു മഹാൻ പറഞ്ഞു. അങ്ങനെ അല്ലാഹ് പറഞ്ഞത്. ഈ വേദജ്ഞാനം എല്ലാം ഇല്ല. ഖാലല്ലദീ ഇൻദഹു ഇൽമും മിനൽ കിതാബ്. ആ മിൻ തബ്ഈലിന്റെ മിന്നാൻ. അറബ് ഭാഷ പഠിച്ചവർക്കറിയാം, വേദത്തിൽ നിന്നുള്ള ജ്ഞാനത്തിൽ നിന്ന് അല്പം കിട്ടിയ ഒരു മഹാൻ പറഞ്ഞു. ഇതാരാ? മഹാന്മാരായ സ്വഹാബികൾ ഇതാരാണെന്ന് പരിചയപ്പെടുത്തിയത് തഫ്സീറിൽ കാണാം. ആസഫ് ഇബ്നു ബർഖയ എന്ന ആ കൊട്ടാരത്തിലെ ഒരു വലിയാണ് ഇത് പറഞ്ഞത്. ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹുമാ അടക്കമുള്ള സഹാബത്ത് പറയാണ്, ആസഫ് ഇബ്നു ബർഖയ എന്ന ആ കൊട്ടാരത്തിൽ ഒരു വലിയാണ് പറഞ്ഞത്. എന്തു പറഞ്ഞു? അന ആതീക ബിഹി, ബൽഖീസിന്റെ സിംഹാസനം ഞാൻ എത്തിച്ചു തരാം. ഖബ്ല അൻ യർതദ്ദ ഇലൈക തുർഫുക, ഇമ വെട്ടി തുറക്കും മുമ്പ്, കണ്ണടച്ച് തുറക്കും മുമ്പ്. കണ്ണടച്ച് തുറക്കാൻ എത്ര സമയം വേണം? ഒരു ഭാഗത്തേക്ക് നോക്കിയിട്ട് ആ നോട്ടണ് തിരിച്ചെടുക്കാൻ എന്തോരം നേരം വേണം? കണ്ണടച്ച് ഇമ വെട്ടി തുറക്കാൻ എത്ര സമയം വേണം കൂട്ടരെ? 1 സെക്കൻഡ്. ഒന്ന് കണ്ണടച്ച് തുറക്കാൻ എത്ര നേരം വേണം? 1 സെക്കൻഡ്. ഇമ വെട്ടി തുറക്കും മുമ്പ് ഞാനതിവിടെ എത്തിച്ചു തരാം. 1 സെക്കൻഡിന് മുമ്പ്. സെക്കൻഡിനെ വിഭജിച്ച് മൈക്രോ സെക്കൻഡുകൾ ഉണ്ടെന്ന് സയൻസ് പറഞ്ഞു തന്നിട്ടുണ്ട്. സെക്കൻഡിനെ വിഭജിച്ചാൽ മൈക്രോ സെക്കൻഡുകൾ. ഈ മൈക്രോ സെക്കൻഡുകളിൽ ഒരു കർമ്മം ഒരു മനുഷ്യന് ചെയ്യാൻ പറ്റൂല. ഈ മഹാനായ വലിയ പറയാണ്, അങ്ങ് ഇമ വെട്ടി തുറക്കും മുമ്പ് 2000 കിലോമീറ്ററിലധികം ദൂരത്തുള്ള ആ സിംഹാസനം ഞാൻ ഇവിടെ എത്തിച്ചു തരാം. ഫലമ്മാ റആഹു മുസ്തഖിറൻ ഇൻദ, അപ്പോഴേക്ക് അത് അവിടെ വന്നു. യെസ് എന്ന് പറയാൻ നേരല്ല. ഫലമ്മാ റആഹു മുസ്തഖിറൻ ഇൻദഹു, ആ സിംഹാസനം സുലൈമാൻ നബിയുടെ മുന്നിൽ സ്ഥാപിക്കപ്പെട്ടതായി സുലൈമാൻ നബി കണ്ടപ്പോൾ ഖാല, അവിടെന്ന് പറഞ്ഞു, ഹാദാ മിൻ ഫളിലി റബ്ബി, എന്റെ റബ്ബിന്റെ ഔദാര്യമാണിത്. ഖുർആനാണ് ഈ പറഞ്ഞത്. നമ്മുടെ ബുദ്ധി കൊണ്ട് ആലോചിച്ചാൽ പിടി കിട്ടും എന്താ ഇതെന്ന്. 1 സെക്കൻഡ് സമയം കൊണ്ട് 2000 കിലോമീറ്റർ അധികം ദൂരം അപ്പുറത്തുള്ള സിംഹാസനം അങ്ങോട്ട് എത്തിച്ചു. ഒരു വലിയ ജിന്നല്ല, മലക്കല്ല, വേദത്തിൽ നിന്ന് രഹസ്യജ്ഞാനത്തിൽ നിന്ന് അല്പം കിട്ടിയ ആസഫ് എന്നു പേരുള്ള ഒരു മഹാനായ വലിയ പറയുക മാത്രല്ല എത്തിക്കും ചെയ്തു. ഇവിടെ അടിവരട്ട് ചിന്തിക്കാണ്ട് എന്താണ്? പ്രഗത്ഭരായ ഒരു നബി സുലൈമാൻ നബി അലൈഹിസലാം സഹായം തേടി. എന്ത് സഹായത്തേട്ടം? മനുഷ്യന്റെ കഴിവൊന്നല്ല, മനുഷ്യന് കഴിയാത്തത് ചോദിച്ചു മനുഷ്യനോട്. ആര്? സുലൈമാൻ നബി അലൈഹിസലാം. ഇത് ശിർക്ക?
ഇവിടെ ചില ആളുകൾ പ്രസംഗിച്ച് പ്രചരിപ്പിക്കുന്ന എന്താ, മനുഷ്യ കഴിവിനതീതമായ, മനുഷ്യന്റെ കഴിവിനപ്പുറത്തുള്ള എന്തൊരു കാര്യവും ചോദിച്ചാലും ഷിർക്കാണ്. അങ്ങനെയാണ് ഈ സുലൈമാൻ നബി ചോദിച്ചത് ഷിർക്കാണ്ടേ? സുലൈമാൻ നബി അലൈഹിസ്സലാം ആ ഔലിയനോട് ദുആ ചെയ്യ അല്ല, സഹായതേട്ടമാണ്, ഇസ്തിഗാസയാണ്. മനുഷ്യന്റെ കഴിവിനപ്പുറത്തുള്ള കാര്യം സുലൈമാൻ നബി അലൈഹിസ്സലാം സഹായം ചോദിച്ചു, ആ വലിയ സഹായിക്കുകയും ചെയ്തു. പരിശുദ്ധ ഖുർആൻ. ഇതിലെന്ത് ശിർക്കുള്ളത്? ഇതാണ് മുഹിയുദ്ദീൻ മാലയിലുള്ളത്. മുഹിയുദ്ദീൻ മാലയിലെ ഏറ്റവും വിവാദമാക്കപ്പെട്ട ഒരു വരി, ഏറ്റവും അധികം കുപ്രചരണങ്ങൾ നേരിട്ട ഒരു വരി, ഏറ്റവും അധികം വിമർശകർ ഉയർത്തിപ്പിടിച്ച ഒരു വരി, അതേതാ? വല്ലാ നിലത്തിന്നും എന്നെ വിളിപ്പോർക്ക് വായ്പൂടാ ഉത്തിരം ചെയ്യും ഞാൻ എന്നോവർ. എവിടെ നിന്ന് എന്നെ ഒരാൾ വിളിച്ച് സഹായം ചോദിച്ചാലും സഹായം ചോദിക്കുന്ന ആളുടെ വായ പൂടുന്നതിന്റെ മുമ്പ് ഞാൻ സഹായിക്കും എന്ന് ശൈഖ് തങ്ങൾ പറഞ്ഞു. എവിടുന്ന് എന്നെ വിളിച്ച് സഹായം ചോദിച്ചാലും ചോദിക്കുന്നവന്റെ വായ അടയും മുമ്പ് ഞാൻ സഹായിക്കും. എന്താ ഇതിൽ ഇത്ര വലിയ അത്ഭുതമുള്ളത്? മേൽ പറയപ്പെട്ട ഖുർആനിക സംഭവം പഠിക്കുകയും അംഗീകരിക്കുകയും ചെയ്തൊരു വ്യക്തിയെ സംബന്ധിച്ചിടത്തോളം ശൈഖ് തങ്ങൾ ഈ പറഞ്ഞതിൽ എന്താ അത്ഭുതമുള്ളത്? ഇസ്രായേലി നബിയായ സുലൈമാൻ നബി അലൈഹിസ്സലാമിന്റെ രാജദർബാറിലുണ്ടായിരുന്ന ഒരു വലിയന് 2000 കിലോമീറ്ററിലധികം അപ്പുറത്തുള്ള ഒരു സിംഹാസനം ഒരു സെക്കൻഡ് കൊണ്ട് ഇങ്ങോട്ടെത്തിക്കാൻ കഴിഞ്ഞെങ്കിൽ മുത്ത് മുഹമ്മദ് മുസ്തഫ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ അഷ്റഫുൽ ഖൽഖ് ത്വാഹ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ഉമ്മത്തിൽപ്പെട്ട പ്രഗൽഭരായ ഒരു വലിക്ക് സഹായം ചോദിക്കുന്ന ആളുടെ വായ അടയും മുമ്പ് സഹായം എത്തിച്ചു കൊടുക്കുന്നതിൽ എന്താ അത്ര വലിയ അത്ഭുതമുള്ളത്? അത്ഭുതമില്ല എന്ന് മാത്രല്ല, ഇതുണ്ടാകണം. ഖുർആനിൽ പറഞ്ഞ സ്വത്ത് വകകൾ, അതിന്റെ അനന്തരാവകാശികൾ, അതിലൊരു പ്രധാനിയാണ് ശൈഖ് ജീലാനി റഹിമഹുല്ലാ. ഖുർആനപ്പുറത്തൊന്നുമില്ല മാലിയിൽ, ചുമ്മാ ബടായി പറയല്ല. ഇതൊക്കെ ഖുർആൻ കൊണ്ട് എന്നെ തെളിയിക്കാൻ പറ്റും. ഇങ്ങനെ പറയുമ്പോ എന്താ പറയാ ഒരു പ്രശ്നം, വിളി ഉണ്ടല്ലോ, വിളി. മൊയ്തീൻ ശൈഖിനെ അങ്ങോട്ട് വിളിക്കുകയാണല്ലോ, വിളിക്കുമ്പോഴേക്കാണ് പൊട്ടിപ്പൊളിഞ്ഞു പോകുമല്ലോ, തൗഹീദ് കാഫിറാവുമല്ലോ. ആരാടാ നിങ്ങളോട് ഇത് പറഞ്ഞത്? വിളി പലതരം വിളിയുണ്ട്. ദുആഇന്റെ വിളിയുണ്ട്, അത് അള്ളാനെ മാത്രമേ വിളിക്കാൻ പാടുള്ളൂ. ദുആഇന്റെ വിളിയുണ്ട്, പ്രാർത്ഥനയുടെ വിളി, അത് അള്ളാഹുവിനെ മാത്രമേ വിളിക്കാൻ പാടുള്ളൂ, വേറെ ആരെയും വിളിക്കാൻ പാടില്ല. സഹായതേട്ടത്തിന്റെ വിളി, പടപ്പുകളെ വിളിക്കാം. സ്നേഹത്തിന്റെ വിളി എന്ന് പറയുന്ന വകുപ്പുണ്ട്, സ്നേഹത്തിന്റെ വിളി. അതൊരു മാനവ സംസ്കാരമാണ്. പ്രതിസന്ധികൾ വരുമ്പോ സ്നേഹമുള്ളവരെ വിളിക്കുക. അടി തെറ്റി വീഴാൻ പോകുമ്പോ എന്റെ ഉമ്മച്ചിയേന്ന് വിളിക്കുക. ഉമ്മച്ചിയ ദൈവമായതുകൊണ്ടാ? ഇത് ഉമ്മച്ചിയോടുള്ള ദുആയാണോ? അല്ലെങ്കിൽ എന്റെ ഉപ്പച്ചേന്ന് വിളിക്കുക. പ്രതിസന്ധി വരുമ്പോ സ്നേഹം, ഉള്ളിൽ ഏറ്റവും ഇഷ്ടമുള്ള ആളെ വിളിച്ചു പോവുക. ബദിരീങ്ങളെ, മുഹീദ്ദീൻ ശൈഖേ, മുത്തുനബിയേ എന്നൊക്കെ പ്രതിസന്ധി ഘട്ടങ്ങളിൽ സ്നേഹിക്കപ്പെടുന്ന ആളുകളെ വിളിക്കുക. ഇതൊരു മാനവ സംസ്കാരം മാത്രമല്ല, ഇസ്ലാമിന്റെ കൾച്ചർ കൂടിയാണ്. മഹാന്മാരായ സ്വഹാബത്ത് പ്രതിസന്ധി ഘട്ടങ്ങളിൽ ഇങ്ങനത്തെ സ്നേഹത്തിന്റെ വിളി വിളിച്ചിരുന്നു. ഇമാം ബുഖാരി റഹിമഹുല്ല അദബുൽ മുഫ്രദിൽ അതാ ഒരു ചരിത്ര സംഭവം ഉദ്ധരിക്കുന്നു. എന്താണത്? ഇബ്നു ഉമർ റളിയല്ലാഹു അൻഹുമായുടെ കാലിന് അസഹ്യമായ വേദന ഉണ്ടായി. ആരാ ഇബ്നു ഉമർ? ആരാ? ഉമർ റളിയല്ലാഹു അൻഹുവിന്റെ മകൻ അബ്ദുല്ലാ റളിയല്ലാഹു അൻ. ആ സ്വഹാബിന്റെ പേര് മുത്തബിഉ സുന്നന. റസൂലിന്റെ സുന്നത്ത് അക്ഷരാർത്ഥത്തിൽ ജീവിതത്തിൽ പകർത്തിയ സ്വഹാബി, സ്ഥാനപ്പേരാണത്. അങ്ങനത്തെ സ്വഹാബിക്ക് കാലിന് അസഹ്യമായ വേദന, കാല് കോച്ചൽ വന്നു. മസിൽ കീറുന്ന വേദനയൊക്കെ വന്ന എന്താ അവസ്ഥ? ഈ വേദന കൊണ്ട് പെടയുമ്പോ, പ്രയാസപ്പെടുമ്പോ ഫഖാല ലഹു റജുലുൻ, അടുത്ത് നിൽക്കുന്ന മറ്റൊരു സ്വഹാബി പറഞ്ഞു. ആ സ്വഹാബി ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹു ആണെന്ന് മറ്റു റിവായത്തിൽ കാണാം. അതും മോശപ്പെട്ട സ്വഹാബിയല്ല. ഒരു സ്വഹാബി മോശമല്ല, ഇവർ സ്വഹാബത്തിന്റെ കൂട്ടത്തിലെ പണ്ഡിതന്മാരാണ്. ഇബ്നു അബ്ബാസ് എന്ന സ്വഹാബി പറഞ്ഞു, കാലല്ല വേദന ഉണ്ടല്ലേ, എന്നാ ഒരു കാര്യം ചെയ്, അള്ളാനെ വിളിച്ചോന്നല്ല പറഞ്ഞത്, അതാ എല്ലാവർക്കും അറിയാത്. എന്താ പറഞ്ഞത്? ഉദുക്കുർ അഹബ്ബന്നാസി ഇലൈക, മനുഷ്യരിൽ നിങ്ങൾക്ക് ഏറ്റവും ഇഷ്ടമുള്ള ആളുടെ പേരങ്ങ് പറഞ്ഞോ, വിളിച്ചോ.
മനുഷ്യരുടെ കൂട്ടത്തിൽ അഹബ്ബുന്നാസ്, ഏറ്റവും നിങ്ങൾക്ക് ഇഷ്ടമുള്ള സ്നേഹമുള്ള ആളെ അങ്ങ് വിളിച്ചോളൂ എന്ന് ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹു ഇബ്നു ഉമർ തങ്ങളോട് പറഞ്ഞപ്പോ ഇബ്നു ഉമർ റളിയല്ലാഹു അൻഹു വിളിച്ചത് എന്ത് പേരാ? ഫഖാല യാ മുഹമ്മദ്. വേദന. യാ മുഹമ്മദ്. അള്ളാന്റെ റസൂലിന് ഒറ്റ വിളിയാ, കാലിന്റെ വേദന ശിഫയായി. ആരാ വിളിച്ചത്? അബ്ദുല്ലാഹി ഇബ്നു ഉമർ റളിയല്ലാഹു അൻഹുമ. ആരാ വിളിപ്പിച്ചത്? ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹുമ. അപ്പൊ സ്വഹാബത്തിന്റെ ഒരു രീതിയാണ്, പ്രതിസന്ധി വരുമ്പോ ഇഷ്ടമുള്ളവരെ വിളിക്കുക, സ്നേഹത്തിന്റെ വിളി. ഇതും റസൂലിനോട് ദുആ ചെയ്തു എന്നാണോ? ഒരിക്കലും അല്ല. ഈ വിളിയാണ് നമ്മുടെ പൂർവികർ, മമ്പുറത്തെ തങ്ങളെ, പെരുമറ്റ ഉപ്പാപ്പ, മുത്ത് റസൂലേ, ബദരീങ്ങളെ, ഇതൊക്കെ സ്നേഹത്തിന്റെ വിളിയാണ്. പലരും ഇവിടെ വിദണ്ഡവാദം നിരത്തിയിട്ട് നിങ്ങളെ പേടിപ്പിച്ചിട്ട് ഇപ്പൊ അതൊക്കെ നിങ്ങൾ വിളിക്കാൻ പേടിക്കുകയാണ്. അടിതെറ്റി വീഴുമ്പോ ഉമ്മാന്ന് പോലും വിളിക്കാൻ പേടിയാണ്. കാരണം എന്താ? ഇസ്ലാമെന്ന് പുറത്തു പോകുന്നു. അങ്ങനൊന്നും ഇല്ല. സ്നേഹത്തിന്റെ വിളി വേറെ, ദുആഇന്റെ വിളി വേറെ. ഇങ്ങനെയൊക്കെ പറയുമ്പോഴാണ് ദൂരമുള്ള ആളുകളെ വിളിക്കുന്നതാ കുഴപ്പം. മുന്നിലുള്ളവരെ വിളിക്കാം. ദൂരം അകലത്തുള്ളവരെ, അമേരിക്കയിലുള്ള ഒരാളെപ്പോ ഇവിടുന്ന് വിളിക്കുകയാണെങ്കിൽ ഫോണിലൂടെ വിളിക്കാം, കുഴപ്പമില്ല. ഫോണിൽ വിളിക്കാം, വാട്സപ്പിൽ വിളിക്കാം. അങ്ങനെയുള്ള സംവിധാനമൊക്കെ ഉപയോഗിച്ച് അല്ലാത്ത വിളി അപ്പാ മുശരിക്കാവുന്ന. എവിടുന്ന ഇവർ ഈ ശിർക്കും തൗഹീദും പഠിച്ചത്? അങ്ങനെയൊന്നുമില്ല. സ്വഹാബാക്കള് ഫോണ് പോലും കണ്ടെത്താത്ത കാലത്ത് അകലങ്ങളിലുള്ളവരെ വിളിച്ചിട്ടുണ്ട്. ഇമാം റാസി റഹിമഹുല്ല തഫ്സീറിലെ ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹുവിന്റെ കറാമത്ത്, അത്ഭുത സിദ്ധി വിവരിക്കുന്നുണ്ട് തഫ്സീർ റാസിയില്. വകാന മിൻ കറാമാതിഹി റളിയല്ലാഹു അൻ, മഹാനായ ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹുവിന്റെ കറാമത്തിൽപ്പെട്ട ഒരു സംഭവം ഇമാം റാസി പറയാൻ. എന്താണ്? അവിടുന്ന് ഖലീഫയായ കാലത്ത് മദീനയിൽ നിന്ന് നഹാവന്ദിലേക്ക് യുദ്ധത്തിന് വേണ്ടി ഒരു പടയെ അയച്ചു. മദീനയിൽ നിന്ന് ഉമർ തങ്ങള് നഹാവന്ദിലേക്ക് ഒരു സൈന്യത്തെ അയച്ചു. നഹാവന്ത് എവിടെയാണ്? ഇന്നത്തെ ഇറാന്റെ ഭാഗമാണ് നഹാവന്ത്. സൗദി അറേബ്യയും ഇറാനും തമ്മിൽ ഒരുപാട് 1000 കിലോമീറ്റർ ദൂരമുണ്ട്. 2 രാഷ്ട്രമാണ്. അങ്ങനെ ആ സംഘത്തിന് ക്യാപ്റ്റനായി നിയോഗിച്ചത് ഉമർ റളിയല്ലാഹു അൻഹു സാരിയ റളിയല്ലാഹു അൻഹുവിനെയാണ്. സാരിയ റളിയല്ലാഹു അൻഹുവിന്റെ നേതൃത്വത്തിൽ ഒരു സംഘം പട്ടാളക്കാര് ഇറാനിലെ നഹാവന്ദിലേക്ക് പോയി അവിടെ സമരം ചെയ്യാൻ. അവരവിടെ സമരത്തിലാണ്. അവർ പോയി കഴിഞ്ഞ് കുറെ ദിവസം കഴിഞ്ഞിട്ട് ഉമർ റളിയല്ലാഹു അൻഹു മദീനയിലെ മുത്ത് റസൂലിന്റെ മിമ്പറിൽ വെള്ളിയാഴ്ച ഖുത്ബ ഓതിക്കൊണ്ടിരിക്കുകയാണ്. ആ ഖുത്ബക്കിടെ ഖുത്ബ വിഷയത്തിൽ നിന്ന് മാറിയിട്ട് ഉമർ റളിയല്ലാഹു അൻഹു ഇടക്ക് പറയാണ്, യാ സാരിയ അൽ ജബൽ അൽ ജബൽ. ഇത് ഖുത്ബന്റെ വിഷയമല്ല. അതിനിടയിൽ കയറിയിട്ട് പറയാണ്, യാ സാരിയ അൽ ജബൽ അൽ ജബൽ. സാരിയ, നിങ്ങളുടെ പിറകിലൊരു പർവ്വതമുണ്ട്, ഒരു മല. ആ മലയുടെ പിറകിലൂടെ ചതി പ്രയോഗിക്കാൻ ശത്രുക്കൾ വരുന്നുണ്ട്. അങ്ങോട്ട് ഫോക്കസ് ചെയ്യൂ, അവിടെ ശ്രദ്ധിക്കൂ, ഇല്ലെങ്കിൽ തോറ്റുപോകും എന്ന് മദീന മിമ്പറിൽ നിന്ന് ഉമർ റളിയല്ലാഹു അൻഹു ഇറാനിലേക്ക് മെസ്സേജ് കൊടുക്കുക. ടെലിഫോണിലല്ല, അല്ലാതെ വിളിച്ചു പറയാൻ. മഹാനായ അലിയാര് തങ്ങൾ പറയാണ്, ഞാൻ താഴെ ഇങ്ങനെ ഖുത്ബ കേട്ടിരിക്കുന്നു. ഈ പറച്ചിൽ എന്തോ സംഭവം ഉണ്ടെന്ന് മനസ്സിലായ ഞാന് ആ ദിവസവും തീയതിയും കുറിച്ചിട്ടു. ഇന്ന ഡേറ്റിലെ ഇന്ന വെള്ളിയാഴ്ച ഇന്ന സമയം ഇങ്ങനെ ഉമർ എന്നവര് യാ സാരിയ അൽ ജബൽ എന്ന് പറഞ്ഞിട്ട് ഞാൻ കുറിച്ചിട്ട്. ദിവസങ്ങൾ കുറെ കഴിഞ്ഞിട്ട് നഹാവന്തിൽ നിന്ന് സാരിയയും കൂട്ടരും യുദ്ധം ജയിച്ച് തിരിച്ചു വന്നിട്ട് മദീനത്ത് വന്ന് പറയാണ്, ഞങ്ങൾ യുദ്ധത്തിൽ കുറച്ച് ബുദ്ധിമുട്ടൊക്കെ ഉണ്ടായി. അങ്ങനെ ഒരു വെള്ളിയാഴ്ച ദിവസം ജുമന്റെ നേരത്ത് ഞങ്ങൾക്ക് ദുഹറാളുള്ളത്, യുദ്ധമുഖത്ത് വേറെ നിസ്കാര, ജുമ നിർബന്ധമല്ലല്ലോ. ഞങ്ങൾ ആ ജുമ നേരത്ത് യുദ്ധം ചെയ്യുമ്പോൾ ഒരു അശരീരി മുഴങ്ങിക്കേട്ടു, യാ സാരിയ അൽ ജബൽ എന്ന. ഈ അശരീരി കേട്ടപ്പോൾ ഞങ്ങൾ ആ പർവ്വതത്തിന്റെ ഭാഗത്തേക്ക് ഫോക്കസ് ചെയ്തു. നോക്കുമ്പോൾ അവിടെ ശത്രു പടണ്ട്. അവരെ ഞങ്ങൾ തുരത്തുകയും ഞങ്ങൾ വിജയിക്കുകയും ചെയ്തു എന്ന് മദീനയിൽ തിരിച്ചെത്തിയ സൈന്യം അവിടെ വെച്ച് വിശദീകരിക്കുകയാണ്. ഇത് ഇമാം റാസി റഹിമഹുല്ല തഫ്സീറുൽ കബീറിലെ മഹാന്മാരെ കറാമത്ത്, സ്വഹാബത്തിന്റെ കറാമത്ത് പറയുന്ന കൂട്ടത്തില്. അപ്പൊ ദൂരൊന്നും ഔലിയാക്കൾക്കും അമ്പിയാക്കൾക്കും വിഷയമല്ല, അതൊക്കെ കൺമുന്നിലേക്ക് ആക്കി കൊടുക്കൂ അല്ലാഹു. എന്തുകൊണ്ട്? ഇന്നല്ലാഹ അലാ കുല്ലി ഷൈഇൻ ഖദീർ. തീർച്ചയായിട്ടും അള്ളാഹ്ക്ക് എന്തിനും ഏതിനും കഴിവുണ്ട്. ആ കഴിവ് അവന്റെ ഇഷ്ടദാസന്മാരിലൂടെ അവൻ അത് പ്രയോഗിക്കും എന്നാണ് ഖുർആൻ പരിചയപ്പെടുത്തി തരുന്നത്. അപ്പൊ പറയും മരിച്ചില്ലേ, മരിച്ചതാണ് ഇപ്പൊ വലിയ പ്രശ്നം. ഇമാം റാസി റഹിമഹുല്ല തന്നെ
ഒരു ഹദീസ് ഉദ്ധരിക്കുന്നുണ്ട് തഫ്സീറില്, ഔലിയാ ഉല്ലാഹ്, നബി തങ്ങൾ പറയുന്നു, അള്ളാന്റെ ഔലിയാക്കളിലായ മൂത്തൂൻ, അവർ മരിക്കൂല. മരിക്കൂല? ഖുർആനല്ല പറഞ്ഞത് ശുഹദാക്കളും മരിക്കൂല എന്ന് മാത്രമല്ല, മരിച്ചു എന്ന് വിചാരിക്കരുത്. മരിക്കൂല എന്ന് മാത്രമല്ല, ശുഹദാക്കളെ കാര്യത്തിൽ നിങ്ങൾ മരിച്ചു എന്ന് ധരിക്കരുത്, അങ്ങനെ ചിന്തിച്ചു പോകരുത് എന്നാ അള്ളാഹ് പറഞ്ഞു. നബി തങ്ങൾ പറയാണ് അള്ളാന്റെ ഔലിയാക്കൾ മരിക്കൂല. വലാകിൻ യുൻഖലൂന മിൻ ദാരിൻ ഇലാ ദാരിൻ, ഒരു വീട്ടിൽ നിന്ന് വേറൊരു വീട്ടിലേക്ക് താമസം മാറുക മാത്രമാണ് അവർ ചെയ്യുന്നത്. ദുന്യാവാകുന്ന വീട്ടിൽ നിന്ന് ഖബറാകുന്ന വീട്ടിലേക്ക് ഒരു താമസ ചേഞ്ചിങ് എന്നല്ലാതെ അള്ളാന്റെ ഔലിയാക്കൾ മരിക്കൂല. അതുകൊണ്ട് സ്നേഹത്തിന്റെ വിളി വിളിച്ചാൽ ഒരു കുഴപ്പമില്ല. പ്രിയപ്പെട്ട മുഅ്മിനീങ്ങളെ, അഹ്ലുസുന്നത്തി വൽ ജമാഅ ആദർശവും ആചാരാനുഷ്ഠാനങ്ങളും എന്ന വിഷയം 4 മാസത്തോളം കാലം നമ്മൾ ഇവിടെ പറഞ്ഞു. ഈ വിഷയം ഇവിടെ ഉപസംഹരിക്കുകയാണ്, അവസാനിപ്പിക്കുകയാണ്. നമ്മൾ ഈ വിഷയം പറയാനുണ്ടായ സാഹചര്യം നിങ്ങൾക്കറിയാം. ആരെയും അടച്ചാക്ഷേപിക്കാനോ ആരെയും കൊഞ്ഞണം കുത്താനോ ആരെയും വിമർശിക്കാനോ വേണ്ടിയല്ല നമ്മൾ പറഞ്ഞത്. നമ്മുടെ രീതി, നമ്മുടെ ആചാരങ്ങളെ അനിസ്ലാമികമാണെന്നും അത് ശിർക്കാണെന്നും അത് കുഫ്റാണെന്നും വ്യാപകമായി കുപ്രചരണങ്ങൾ അഴിച്ചുവിട്ടപ്പോൾ നമ്മളിത് വിശദീകരിക്കാൻ നിർബന്ധിതരായതാണ്. അൽഹംദുലില്ലാഹ്, സുന്നത്തും ബിദ്അത്തും അഹ്ലു സുന്നത്തി വൽ ജമാഅ, ഖബർ സിയാറത്ത്, അതുപോലെ മാലമൗലീദുകള്, തവസ്സുല്, ഇസ്തിഗാസ, എല്ലാ വിഷയങ്ങളും ചുരുക്കിയിട്ടാണെങ്കിലും ഇവിടെ വിശദീകരിച്ചിട്ടുണ്ട്. ഈ വിവരണങ്ങളൊക്കെയും യൂട്യൂബിൽ ലഭ്യമാണ്, റെക്കോർഡഡ് ആണ്. ഇനിയും അത് പഠിക്കാൻ അവസരമുണ്ട്, അതിന് സന്ദർഭമുണ്ട്. എല്ലാവരും അത് പഠിച്ച് മനസ്സിലാക്കുക. സംശയം ചോദിക്കാൻ ഞാൻ പറഞ്ഞിരുന്നു, ആരും സംശയം ചോദിച്ചു വന്നിട്ടില്ല, ഇനിയും വരാം. മുഹ്യിദ്ദീൻ മാലയിലെ ആരോപണ വിധേയമായ വരികൾ മാത്രമേ പറഞ്ഞിട്ടുള്ളൂ, ഇനിയുണ്ട് വരികൾ. ഏത് വരിയിലും സംശയം ഉണ്ടെങ്കിൽ ഇൻഷാ അല്ലാഹ് ഈ വിനീതൻ ആയുസോടെ ഉള്ള കാലത്തോളം, ഞാൻ ഇവിടെ ഉള്ള കാലത്തോളം, ഇവിടുന്ന് പോയാലും നിങ്ങൾക്കത് ചോദിച്ചു വരാൻ ഞാനത് ഖുർആൻ കൊണ്ടും സ്വഹീഹ് ഹദീസ് കൊണ്ടും തെളിയിക്കും. പിന്നുള്ളത് ചില വെല്ലുവിളികളൊക്കെയാണ്. ചില വെല്ലുവിളികളൊക്കെ നടന്നത്. അപ്പോൾ എൻ്റെ വാട്സപ്പിലേക്ക് ഒരു സഹോദരൻ്റെ ഒരു വെല്ലുവിളി, ഒരു മൗലവി വന്നിട്ട് എന്നെ വെല്ലുവിളിച്ചിരിക്കുകയാണ്. എന്താ വെല്ലുവിളി? മുഹീദ്ദീൻ ശൈഖ് തങ്ങളും നിങ്ങളെ വിശ്വാസവും തമ്മിൽ പൊരുത്തപ്പെടൂല. അശ്അരി വഴിക്ക്, ത്വരീഖിന്, അശ്അരി വിശ്വാസത്തിന് മുഹീദ്ദീൻ ശൈഖ് തങ്ങൾ എതിരാണ്. നിങ്ങൾ അശ്അരി വിശ്വാസക്കാരാണ്, മുഹീദ്ദീൻ ശൈഖിന്റെ ആൾക്കാരാണ്, ഇതെങ്ങനെ ശരിയാകുക? ഭയങ്കര സംഭവം. നമ്മൾ ഈ 3.5 മാസം പറഞ്ഞതില് ഒരു വരി പോലും എടുത്തിട്ട് സംശയം ചോദിച്ചില്ല. ഇല്ല, ഈ പള്ളിയിൽ ഈ പ്രസംഗിച്ച ഒരു വിഷയത്തിലും ഒരു സംശയം ഒരു കുട്ടിയും ചോദിച്ചില്ല. ഇപ്പൊ വന്നിരിക്കുകയാണ് മുഹ്യിദ്ദീൻ ശൈഖ് തങ്ങളും നിങ്ങളെ വിശ്വാസം തമ്മിൽ പൊരുത്തപ്പെടൂല. ഇതൊന്നും ഞങ്ങൾ കാണാത്തല്ല, ഞങ്ങൾ ഇമാമിയങ്ങൾ അതൊക്കെ പറഞ്ഞു തന്നിട്ടുണ്ട്. ശാഫിഈ മദ്ഹബിലെ പ്രഗത്ഭരായ ഇമാം ഇബ്നു ഹജറുൽ ഹൈതമി റളിയല്ലാഹു അൻഹു ഫതാവൽ ഹദീസിയയിൽ പറഞ്ഞിട്ടുണ്ട്, ഇയ്യാക അൻ തഗ്തറ ബിമാ വഖഅ ഫിൽ ഗുന്യതി ലിശൈഖ് അബ്ദുൽ ഖാദിർ ജീലാനി. അബ്ദുൽ ഖാദിർ ജീലാനി തങ്ങളുടെ ഗുന്യത്ത് എന്ന കിതാബിലുള്ള ചില പരാമർശങ്ങൾ കണ്ടിട്ട് നിങ്ങളാരും വഞ്ചിതരാകണ്ട. കാരണം ആ ഗുന്യത്തിൽ ഇസ്ലാമിന്റെ ശത്രുക്കൾ പലതും കയറ്റിക്കൂട്ടിയിട്ടുണ്ട്. അഹ്ലുസുന്നക്ക് പറ്റാത്ത, ഇസ്ലാമിക വിശ്വാസത്തിന് പറ്റാത്ത പല വാദങ്ങളും ഷെയ്ഖ് തങ്ങളുടെ മേലിൽ ആരോപിക്കുകയും കെട്ടിക്കൂട്ടി വെക്കുകയും കടത്തിക്കൂട്ടി വെക്കുകയും ചെയ്തിട്ടുണ്ട് ഉന്യ എന്ന കിതാബില്. അത് കണ്ട് നിങ്ങൾ ആരും വഞ്ചിതരാകണ്ട. ഈ മൗലവി വന്നിട്ട് ഉന്യത്തിൽ ഈ കയറ്റിക്കൂട്ടിയ ഭാഗെടുത്തിട്ട് നമ്മളെ തല്ലാൻ വന്നിരിക്കുക. ഞങ്ങൾക്കറിയാം എന്താ ഉന്യത്തിലുള്ളത് എന്ന്. ഞങ്ങളെ ഇമാമിങ്ങൾ പറഞ്ഞു തന്നിട്ടുണ്ട്. എന്താണ് ഷെയ്ഖ് തങ്ങൾ പറഞ്ഞത്, എന്താ പറയാത്തത്, എന്താണ് അശ്അരി വിശ്വാസം, എന്താണ് ശാഫിഈ മദ്ഹബ്, ഇതൊന്നും ഞങ്ങളെ പഠിപ്പിക്കണ്ട. പിന്നെ വാദപ്രതിവാദത്തിന് വിളിച്ചാൽ 3 കാര്യങ്ങളാണ് അവിടെ സംഭവിക്കുക. 3-4 കാര്യം. ഒന്നുകിൽ ഞാൻ പറഞ്ഞത് അവർ കേൾക്കണം, അല്ലെങ്കിൽ അവർ പറഞ്ഞത് ഞാൻ കേൾക്കണം. ഇത് രണ്ടും ഇല്ലെങ്കിൽ അങ്ങോട്ടും ഇങ്ങോട്ടും വിഴുപ്പലക്കാം. ഈ 3 കാര്യം നടക്കുള്ളൂ. ഞാൻ പറഞ്ഞത് കേൾക്കുന്നുള്ള വിശ്വാസം എനിക്കില്ല. കാരണം എന്താ വെച്ചാൽ ഈ 3.5 മാസം വഴുതറിഞ്ഞിട്ടൊന്നും തലേ കയറിയിട്ടില്ല. സുമ്മും ബുക്കുമുൻ ഫഹും ലാ യർജിഊൻ, അന്ധരും ബധിരരും മൂകരുമായ മനസ്സിലാക്കാത്ത ടീമുണ്ട് എന്ന് അല്ലാഹ് പറഞ്ഞിട്ടുണ്ട്. എനിക്ക് പ്രതീക്ഷയില്ല മനസ്സിലാക്കുന്നു. പിന്നെ രണ്ടാമത്തെ, അവരിൽ നിന്ന് ഞാൻ തൗഹീദ് പഠിക്കല്ലേ, എനിക്കതിന് ഒഴിവില്ല, എനിക്കെന്റെ ആവശ്യമില്ല. ഈ വക്കിടിഞ്ഞ തൗഹീദ്, പൊട്ടിപ്പൊളിഞ്ഞ തൗഹീദ്, ഓഫീസിലിരുന്ന് കുത്തിയിരുന്ന് ഉണ്ടാക്കി നിർമ്മിച്ചെടുത്ത കൃത്രിമ തൗഹീദ്, അവരെന്നെ ഈ തൗഹീദ് കൊണ്ട് ഇടങ്ങാറായിരിക്കുകയാണ്. പൊട്ടി 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 പിളർന്ന് പല സംഘങ്ങളായി. അത് ശരിയല്ല, ഇത് ശരിയല്ല. കാരണം എന്താ? ഈ തൗഹീദ് തീരുമാനാക്കാൻ അവർക്ക് തന്നെ കഴിയുന്നില്ല. ഇങ്ങനെ
അർത്ഥമില്ലാത്ത നിർമ്മിച്ചുണ്ടാക്കിയ ഒരു പൊട്ട തൗഹീദ് പഠിക്കാൻ തൽക്കാലം എനിക്ക് താല്പര്യമില്ല നിങ്ങളിൽ നിന്ന്. പിന്നെ തെരുവിൽ വന്ന് വിഴുപ്പലക്കേണ്ട ആവശ്യം അതിന് എനിക്ക് ഒഴിവില്ല. ഞാൻ പറയേണ്ടതൊക്കെ ഇവിടെ കൃത്യമായി വ്യക്തമായി പറഞ്ഞിട്ടുണ്ട്. ഇങ്ങനെയൊക്കെ പറഞ്ഞാലും ഫിത്തന തുടരും കേട്ടോ. നമ്മുടെ നല്ല മഹല്ല് അൽഹംദുലില്ലാ 2000-ലധികം കുടുംബങ്ങളുള്ള മൂവാറ്റുപുഴ സെൻട്രൽ ജമാഅത്ത് നല്ല മഹല്ല്, ഐക്യമുള്ള മഹല്ല്, സാഹോദര്യവും സൗഹാർദ്ദമുള്ള മഹല്ല്. ഇവിടെ ഒരു കലാപമില്ല, ഒരു കശപിശയില്ല. നല്ല സ്നേഹത്തോടെ സഹവർത്തിത്വത്തോടെ മുന്നോട്ട് പോകുന്ന മഹലില് ഫിത്തിന ഉണ്ടാക്കാൻ വാട്സാപ്പ് ഗ്രൂപ്പ് ഉണ്ടാക്കിയിട്ട് വെറും ഫിത്തിനക്കായി കച്ചകെട്ടി ഇറങ്ങല്ലേ ചില ആളുകൾ ചെയ്തത് സഹോദരന്മാരെ. എന്നിട്ട് അവർ ചെയ്തതെന്താ? ലോകത്തുള്ള എല്ലാവരും പിഴവ്. മുസ്ലിം സമുദായത്തിലെ 98% ഷിയാക്കളാണ്. 2% സലഫിയാക്കൾ ഞങ്ങൾ മാത്രമാണ് സ്വർഗത്തിലേക്ക്. 98% ഷിയാക്കളാ. കേരളത്തിലെ മതപണ്ഡിത സഭകൾ സമസ്ത 2 വിഭാഗം ഷിയാക്കളാണ്. ദക്ഷിണ കേരള ജമിയത്തുൽ ഉലമ ഷിയാക്കളാണ്, ജമാഅത്തെ ഇസ്ലാമി ഷിയാക്കളാണ്, തബ്ലീഗ് ജമാഅത്ത് ഷിയാക്കളാണ്. പറഞ്ഞ് ഫലസ്തീനിന്റെ മണ്ണിൽ പിറന്ന നാടിന് വേണ്ടി സ്വാതന്ത്ര്യ സമരത്തിൽ ഏർപ്പെട്ട ഹമാസ് ഷിയാക്കളാണ്. അതുകൊണ്ട് തന്നെ ഫലസ്തീനിലെ ഓരോ മനുഷ്യരും മരിച്ചു വീണാലും, അവസാനത്തെ കുഞ്ഞ് പിടഞ്ഞ് മരിച്ചു വീണാലും ഹമാസ് ജയിക്കാൻ പാടില്ല. ജൂതന്റെ കയ്യിൽ മസ്ജിദുൽ അഖ്സ കിട്ടിയാലും, മസ്ജിദുൽ അഖ്സക്ക് അകത്ത് ജൂതൻ കേറി കളിച്ചാലും ഹമാസ് വിജയിക്കാൻ പാടില്ല എന്ന് ഒരു ഇമ്മിണി വലിയ സലഫി മൗലവി ഈ കഴിഞ്ഞയാഴ്ച പ്രസംഗിച്ചു. സോഷ്യൽ മീഡിയയിൽ അദ്ദേഹത്തിന്റെ പ്രഭാഷണം പ്രചരിച്ചിട്ടുണ്ട്. എന്താണ് പ്രസംഗിച്ചത്? ഹമാസ് ഷിയയാണ്. ഒരു ഷിയയല്ല, അവര് സുന്നികളാണ്. എല്ലാരും ഷിയാക്കളാക്കുക. നമ്മൾ അള്ളാന്റെ റസൂലിന്റെ സഹാബത്തിനെ ചീത്തറിഞ്ഞിട്ടുണ്ടോ? അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു നമുക്ക് പ്രിയപ്പെട്ടവരാണ്. ഉമർ ബിൻ ഖത്താബ് തങ്ങൾ പ്രിയപ്പെട്ടവരാണ്. നമ്മുടെ ചേതനയാണ്, നമ്മുടെ ആവേശമാണ്, നമ്മുടെ എനർജിയാണ് ആ സഹാബാക്കള്. ഒരു അര വാക്കുകൊണ്ട് അവരെ നമ്മളെ കുറ്റപ്പെടുത്തിയിട്ടുണ്ടോ? ഷിയാക്കളിൽ ഒരു തീവ്രവാദികളുണ്ട് അങ്ങനെ പറയുന്നവര്. അവരുമായിട്ട് നമുക്കൊരു യോജിപ്പില്ല. ചുമ്മാ അടിച്ചുവിടൻ ഒക്കെ ഷിയാക്കൾ ജൂതന്റെ ഏജന്റ്. ആരാ അവിടെ ജൂതന്റെ ഏജന്റ്? ഞങ്ങൾക്ക് മനസ്സിലായി. ബൈത്തുൽ മുഖദ്ദസിൽ ജൂതൻ കയറി കളിച്ചാലും ഹമാസ് ജയിക്കാൻ പാടില്ല. ഈ ഇമ്മിണി വലിയ മൗലവിക്ക് ഇവിടെ ചേറിട്ട് മിമ്പർ കൊടുക്കുന്നത് ആരാണ് ഇത്തരം ഭീകരന്മാർക്ക് മിമ്പർ ഇട്ട് കൊടുക്കുന്നത്? പ്രിയമുള്ള സഹോദരന്മാരെ, നിങ്ങൾ തിരിച്ചറിയണം, ഈ ഭീകരന്മാരുടെ ഷെറിൽ നിങ്ങൾ അകപ്പെടരുത്. അവർ ചൂണ്ട കൊണ്ടുവരും. തൗഹീദ് എന്ന ഇര കൂർത്തിട്ട് 4 ആയത്തൊക്കെ പൊതിഞ്ഞിട്ട് തൗഹീദിന്റെ ഇര കൂർത്ത് ചൂണ്ടയിട്ട് ഇങ്ങനെ കൊണ്ടുവരും. ആ മനോഹാരിത 32, 14, 68, 12, 2, 3 എന്നും പറഞ്ഞ ആയത്ത് ഒതിയിട്ട് ചൂണ്ടൻ കൊണ്ടുവരും. അതിൽ കൊത്തിയാൽ അകത്ത് നരകത്തിലേക്കുള്ള കൊളുത്താണ് എന്ന് ആത്മാർത്ഥമായി ഞാൻ നിങ്ങളെ ഉണർത്തുന്നു. ഇത്തരം വിദണ്ഡവാദികളുടെ കൂടെ, ഭീകരവാദികളുടെ കൂടെ, എല്ലാവരെയും കാഫിറാക്കുന്ന ടീമിന്റെ കൂടെ നമ്മൾ ഒരിക്കലും പോയിക്കൂടാ. ഉസ്താദേ പറഞ്ഞതിൽ കാര്യമുണ്ടല്ലോ. ഞാൻ അങ്ങനെയൊക്കെ ഈ തൊണ്ട ഡ്രൈ ആക്കി എന്റെ നാവിന് തേയ്മാനം വരും വരെ പ്രസംഗിച്ചിട്ട് ഇവിടെ ജുമയെ കൂടുന്ന ആൾക്കാർ പറയണ എന്താ അറിയോ? കവലയിൽ ചെന്നിട്ട് ഉസ്താദ് പറയുന്നത് ശരിയാണോ? കുട്ടിയെ ശരിയാണോ സംശയം? നീ വാ, സ്വാഗതം. എന്റെ അടുത്ത് തെറ്റുണ്ടെങ്കിൽ ഞാൻ ഇസ്മത്തുള്ള ആളൊന്നല്ല, ഞാൻ തിരുത്തുന്നേ. നീ കവലയിൽ ചെന്നിട്ട് മുസ്ലിയാർ പറഞ്ഞത് ശരിയാണോ? വേറൊരാള് അവിടെ അപ്പുറത്ത് മൗലവി ഇങ്ങനെ പ്രസംഗിക്കുമ്പോ മൗലവി പറയുന്നതാണോ ശരി, അതോ ചന്തപ്പള്ളിയിൽ മുസ്ലിയാർ പറയുന്നതാണോ ശരി? നിനക്കള്ള ബുദ്ധി എന്നിട്ടില്ലേ? ആലോചിച്ചോ. തൗഫീഖ് ഉണ്ടെങ്കിൽ അസലാമത്താകും. അള്ളാഹു എല്ലാവരെയും രക്ഷപ്പെടുത്തട്ടെ. ഹിദായത്തിലേക്ക്, യഥാർത്ഥ വഴിയിലേക്ക് അള്ളാഹു നമ്മെ എത്തിക്കട്ടെ. ഇൻഷാ അള്ളാഹ് ഈ വിഷയം തൽക്കാലം നിർത്തുന്നു. പക്ഷേ ആശയക്കുഴപ്പം ഉണ്ടാക്കി. അതുകൊണ്ട് മുഅ്മിനീങ്ങളെ, ഇനി ഇവിടെ ആശയക്കുഴപ്പമുണ്ടാക്കാൻ നോക്കിയാൽ ഇനിയും മറുപടി പറയും. കാരണം അതെന്റെ ഡ്യൂട്ടിയാണ്. ദീനിന്റെ യഥാർത്ഥ രൂപം പറയൽ എന്റെ ഡ്യൂട്ടിയാണ്. അള്ളാഹു വിശുദ്ധ ദീനിന്റെ യഥാർത്ഥ ആദർശത്തിൽ നമ്മെ ഏവരെയും അടിയുറപ്പിച്ച് നിർത്തി തരുമാറാകട്ടെ.